ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് കൊണ്ട് ഉള്ളൊരു കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ബീഫിൽ തേങ്ങാപ്പാലൊഴിച്ച് പൊട്ടാറ്റോ ഒക്കെ ഇട്ട് മല്ലിയിലയൊക്കെ ഇട്ട് ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന്, പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ, പത്തിരിയുടെ കൂടെ ഒക്കെ പറ്റുന്ന നല്ലൊരു കറി. ഇപ്പം ഞാൻ പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. പക്ഷേ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എണ്ണ എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് 2 വലിയ സവാളയുള്ളി കനം കുറച്ച് മുറിച്ചതും പച്ചമുളക് നടുവേ കീറിയതും ആ ഉള്ളിയും പച്ചമുളകും വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 14 പച്ചമുളകാണ്. 2-3 അതിൽ കുറച്ച് വലുതായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ മൊത്തം 14 പച്ചമുളക് നടുവേ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അതങ്ങ് സ്പ്ലിറ്റ് ആക്കിയിട്ടില്ല, പകുതി വരെ കീറിയിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളി ഒക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇത് ഒരുപാട് അങ്ങ് വഴന്ന് പോകുകയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. 6 വലിയ അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചാണ് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കേട്ടോ. സവാളയുള്ളി വല്ലാതെ അങ്ങ് വഴന്നു പോകുന്നതിന് മുമ്പ് വേണം ചേർക്കാനായിട്ട്. കാരണം നമ്മുടെ സവാളയുള്ളി ഒന്നും വലുതായിട്ടങ്ങ് വഴന്ന് ചെറിയ ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം അതിൻ്റെ ഒപ്പം ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാനിവിടെ കറി വെക്കാനായിട്ട്, ഈ പാലുകറി വെക്കാനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വൃത്തിയാക്കി 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറി കഴുകി ഞെക്കി പിഴിഞ്ഞ് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പം ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ ലെവലായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഇതിന് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ടത് പൊടികളായിട്ട്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം 1/4 ടീസ്പൂൺ ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും കൂടി ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഒരു മണം കിട്ടാനായിട്ട് നല്ലതാണ്. കാരണം നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞ് അതൊക്കെ കുക്ക്ഡായി വരുമ്പോഴത്തേക്ക് ആ ഗരം മസാലയുടെയും മീറ്റ് മസാലയുടെയും ഒക്കെ മണം കുറച്ചൊന്ന് കുറയും. അപ്പം കറികളെല്ലാം കൂടെ ആയി കഴിഞ്ഞിട്ട് വാങ്ങുന്നതിന് കുറച്ച് മുമ്പ് 1/4 ടീസ്പൂണോ വല്ലതും ഏതെങ്കിലും ഒന്നിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ മസാലയുടെ കുത്തൽ ഒരുപാട് അങ്ങ് വരാതെ നോക്കണേ, വല്ലാതെ അതിൻ്റെ മണം വരികയും ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ പതിവായിട്ട് കാണുന്നവർക്ക് ഇത് നന്നായിട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വഴറ്റി തീരുന്നതിന് മുൻപ് പൊടികളെല്ലാം ഒരേപോലെ മൂക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നിരത്തിയിടും. വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത് ചെറിയ തീയിലോ, മാക്സിമം എപ്പോഴും കൂടെ നിൽക്കുകയാണെങ്കിൽ മീഡിയം തീയിലോ ആണ് ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കുക, വീണ്ടും ഒന്ന് ഇളക്കി നിരത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് പാകത്തിന് വഴന്ന് കഴിയും. ഇനിയിപ്പോൾ അതിലേക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. 3 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്, മീഡിയം വലിപ്പത്തിലുള്ള. അത് നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു വലിപ്പത്തിന് മുറിച്ചിട്ട് ഏതാണ്ട് കിഴങ്ങും ബീഫും ഒരേപോലെ വെന്ത് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ മുറിച്ചിട്ടിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളെടുത്ത് തയ്യാറാക്കി വെക്കേണ്ടത് 1 ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും. 1-ാം പാല് 1.25 കപ്പ്, നല്ല കട്ടിയുള്ള 1.25 കപ്പ് 1-ാം പാലും 1.5-1.25 കപ്പോളം 2-ാം പാലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാറ് അധികം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-ാം പാലും 1-ാം പാലിൻ്റെയും ആവശ്യം ഇത്രയും ഇല്ല. 1 കപ്പ് 2-ാം പാലും 1/2 കപ്പ് 1-ാം പാലും ആയാലും മതി. പക്ഷേ ഇവിടെ എല്ലാത്തിനും നന്നായിട്ട് ചാറ് വേണം. എപ്പോഴും കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തിൻ്റെ കൂടെയായാലും ഇവിടെ നന്നായിട്ട് ചാറ് വേണ്ടതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും 1-ാം പാലും 2-ാം പാലും എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഒന്ന് പാല് പിഴിഞ്ഞെടുത്താലും നമ്മൾ ഈ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലോട്ട് ഒന്നുകൂടെ ഒന്ന്
അരിച്ചെടുത്ത് വേണം ഇതിലോട്ടൊഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ തേങ്ങാപ്പീരയുടെ പീസസൊക്കെ അതിനകത്ത് കാണും. അതൊരു അസ്വസ്ഥതയാണ് കറിയായി വരുമ്പോഴത്തേക്ക്. ഒട്ടും ആ തരികളില്ലാതെ, തേങ്ങാപ്പീരയുടെ തരികളില്ലാതെ വരുന്ന തേങ്ങാപ്പാലാണ് നല്ലത്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഓരോ പ്രഷർ കുക്കറും ഓരോ രീതിയിലാണ്, ബീഫ് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് നന്നായിട്ട് ആവി വരുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിൽ വരെ നല്ല തീയിൽ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൂടെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും സേഫായിട്ടുള്ളതൊന്ന് തുറന്ന് നോക്കുന്നതായിരിക്കും. കാരണം ബീഫിൻ്റെയൊക്കെ ഓരോ വേവായിരിക്കുമല്ലോ ഓരോന്നിന്. ഇന്ന് ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ വിസിൽ കൂട്ടാതെ ഒരു 4 വിസിലൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ബീഫ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് ഒന്നാം പാലുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം 2ാം പാലല്ലേ ചേർത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുകയാണേ. അല്ല, നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, അത് വറുത്ത് പോവണ്ട, നന്നായിട്ട് അതിൻ്റെ അവിടെ വെള്ളം പറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതിൻ്റെ ഒപ്പം ചേർക്കുക. പക്ഷേ നല്ല പേസ്റ്റ് പോലെ അരയണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, കുറച്ച് കാഷ്യൂ നട്ട്സ്, അത് വില കൂടുതലായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്, കാഷ്യൂ നട്ട്സ് അരച്ച് ചേർത്താലും മതി ഈ കോൺഫ്ലവറിന് പകരം. നമ്മുടെ ഈ 1ാം പാലും കോൺഫ്ലവറും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് തിളച്ച് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ടത് ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാലല്ലേ ആ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് കുറുകി വരുവുള്ളൂ. ഇപ്പം ഉപ്പ് ആവശ്യം കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയും കൂടെ ഉള്ളൂ. ഈ കറി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയില്ലായിരിക്കും. ഇതേ അരപ്പ് കൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ചാനലിൽ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരുന്നു. 6 കറികൾക്ക് പറ്റുന്ന ഒരു അരപ്പ് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് എന്നുള്ളത്. മുട്ടക്കറി, വെജിറ്റബിൾ കറി, ചീമച്ചക്ക കൊണ്ടുള്ള കറി, ബീഫ്, ചിക്കൻ, മുട്ട, അങ്ങനെ പലതരം കറികൾ ഒരേ അരപ്പ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള അരപ്പാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിലിട്ട് വലിയ വീഡിയോ. ബാക്കി കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പോയി ഇന്ന് കാണണേ. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെസിപ്പിയുടെ താഴെയായിട്ട് ഞാനത് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം. അത് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വീഡിയോ ആണ്. അവരുടെ മക്കളൊക്കെ പുറത്തുള്ളവർക്കുമൊക്കെ കൊടുത്തയക്കാനും ഒക്കെ ആയിട്ട് അരപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ അരപ്പും എടുത്താൽ ആ സാധനം നമ്മൾ മുട്ടയാണോ ഇറച്ചിയാണോ എന്താണോ ചേർക്കേണ്ടത്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കറിയിലേക്ക് അവസാനം ചേർക്കാനുള്ള ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാമേ. ഈ 6 കറികൾക്ക് പറ്റുന്ന ആ അരപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഗസ്റ്റൊക്കെ ഉള്ളപ്പം നമുക്ക് ഭയങ്കര പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അരപ്പ് നമുക്ക് ഫ്രീസറിൽ കരുതി വെക്കാമെന്നുണ്ടെങ്കിൽ. അതുപോലെ പല കറികളുടെ അരപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണേ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ്. അപ്പം നമുക്ക് നാളെ വേറെ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്